ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ വീടാണ് നമ്മൾ അവിടുന്ന് നേരത്തെ കണ്ട വീടിൻ്റെ ഒരു സൈഡ് ഭാഗമായിരുന്നു ഇത്. നൗഷാദ് ഖാടൊക്കെ അയൽവാസിയായിരുന്നു. ഗോപാലൻ ചേട്ടനും ഭാര്യയും 2 മക്കളുമായിരുന്നു. വൈഷ്ണവ്, വർഷ. ഈ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാം വരച്ച് വെച്ചിരിക്കുന്ന മയിലും ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ഈ വൈഷ്ണവ് വരച്ചതാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാനൊന്നും പറ്റത്തില്ല. വൈഷ്ണവ് കണ്ടോ, സർഗപ്രതിഭയായിരുന്നു. 2022-23 കോളേജ് കലോത്സവത്തിൻ്റെ സർഗപ്രതിഭയായിരുന്ന ആളാണ് വൈഷ്ണവ്. ആ വൈഷ്ണവ് വരച്ച കുറച്ച് ചിത്രങ്ങൾ ഇതിനകത്ത് ഒലിച്ചു പോയത് ഞാനിവിടെ കണ്ടപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൻ വരച്ചിവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന, ആ പയ്യൻ വരച്ചിവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിത്രങ്ങളാണിതൊക്കെ. മിക്കി മൗസും അങ്ങനെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരച്ച് നേരത്തെ നമ്മൾ കണ്ട ദിൽബറിനെ പോലെയുള്ള മക്കൾക്കൊക്കെ വരച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ സർഗപ്രതിഭയായിരുന്നു. പക്ഷേ അവർ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് മുകളിലൊക്കെ കയറിയെന്ന് തോന്നുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ വീടിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടാകാം. നമുക്ക് ഈ വീട് അടച്ചിട്ടേക്കൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല. പക്ഷേ കോൺക്രീറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞ് വന്ന് അങ്ങനെ വീട് നാമാവശേഷം, ഒരു രീതിയിൽ പറഞ്ഞാൽ നാമാവശേഷമായി എന്ന് തന്നെ പറയാം. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അല്ലേ നൗഷാദ് ഖാ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വർഷ എന്ന് പറയുന്ന മോൾ, ഇവർ ഇരട്ട കുട്ടികളായിരുന്നല്ലോ. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് വാങ്ങി. പിന്നെ അതിൻ്റെ ഉള്ളിൽ അക്ഷയ, ഞാൻ വേറെ കുറച്ച് ശേഷിപ്പുകൾ കൂടി കണ്ടു. നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടിയായിരുന്നു തോന്നുന്നു. ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കൊക്കെ നമ്മൾ തരത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളുടെ വീടാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അവിടെയുള്ള ശേഷിപ്പുകൾ. അവരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കിയായി പുഞ്ചിരിമട്ടത്ത്. വൈഷ്ണവിൻ്റെയും വർഷയുടെയും വീടാണ് നമ്മൾ കാണുന്നത്. അനശ്വര, അവിടെ ഒന്നുകൂടി അത് വൈഷ്ണവിൻ്റെ മൊമെൻറ്റോ ഒക്കെ കാണുന്നുണ്ട്. ഏത് കോളേജിൽ പഠിച്ച കുട്ടിയായിരുന്നു? നമുക്കൊരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. ആ വീട് മുഴുവൻ അവരുടെ സൃഷ്ടികളാണ്. ഇതൊന്ന് സൂം ചെയ്യേ. ഇതിനകത്ത് കാണുന്നത് വൈഷ്ണവ് BA സോഷ്യോളജി കോളേജിൽ നടന്ന മത്സരമാണ്. 2022-23 കോളേജ് കലോത്സവം സർഗപ്രതിഭ. എൽദോമർ ബസേലിയോസ് കോളേജ്, മീനങ്ങാടിയുള്ള കോളേജാണ്. അവിടുത്തെ സർഗപ്രതിഭയായിരുന്നു, ഈ കലാകാരനായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു പാവ, അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അക്ഷയ. കാരണം ഒരു വീടിനെ മൊത്തത്തിൽ കളഞ്ഞ് വീട്ടുകാരെവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ളൊരു അവസ്ഥയാണ് ഈ നാട്ടിൽ മുഴുവൻ. ഓരോ വീടുകളിലും കയറി ചെന്നാൽ ഇങ്ങനെയുള്ള പലതും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അവിടുന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനൊരു ജോഗ്രഫി പുസ്തകം കണ്ടു. അതിൽ പേരുണ്ട്, പക്ഷേ പേര് പറയുന്നില്ല. കാരണം എവിടെയെങ്കിലും ജീവനോട് ഉണ്ടാകും ആ കുട്ടിയെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അതിൽ പ്രിയപ്പെട്ട ഒരാൾക്കായി എഴുതിയൊരു ചെറിയൊരു വാചകം, ഐ ലവ് യു എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. അതൊക്കെ എഴുതിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ജോഗ്രഫി പുസ്തകത്തിൽ. ആ പുസ്തകം വെറുതെ നോക്കിയപ്പം കണ്ടതാണ്. ആ പുസ്തകത്തിൽ ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നാം വസിക്കുന്ന ഭൂമി എത്രമാത്രം മനോഹരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പരിചയപ്പെടാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു ഭാഗമാണ്. അതുപോലെ മണ്ണിനെയും മഴയെയും ഒക്കെ ഒത്തിരി അടുത്തറിയാവുന്ന പുഞ്ചിരിമട്ടത്തെ ആളുകളാണ്. ഇതൊക്കെ പഠിച്ച് വായിച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ഇവരൊക്കെ ഇപ്പോൾ കാണാമറയത്താണ്. നമുക്ക് അറിഞ്ഞുകൂടാ അവരെവിടെയാണെന്നുള്ളത്. ഇനിയും ഇന്ന് ഇവിടെ നടത്തിയ തെരച്ചിലൊന്നും അവരൊന്നും കണ്ടെത്താനായിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയാതെ നിസ്സഹായരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ മുന്നിൽ കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇത്രയും സങ്കടം വരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഉറ്റവരും ഉടയവരും പോയ ആളുകളുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി ആർക്കും ഇങ്ങനെയൊന്നും വരരുതെന്ന് പറഞ്ഞു പോന്നു.